ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇൻ്റഗ്രേഷൻ്റെ ബാക്കി പി വൈക്ക് നോക്കാൻ പോവുകയാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ഇത് 2 അല്ലേ, 3. സോ ഇൻ്റഗ്രേഷൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, ഇഫ് അറ്റ് എനി പോയിന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ഇൻ്ററാക്ഷൻ അല്ലാത്തതുകൊണ്ട് ഏതർ നിങ്ങൾക്ക് കമൻ്റായിട്ട് ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ടെക്സ്റ്റ് ചെയ്താൽ മതി, നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് പറ്റുന്നോ അത്രയും വേഗമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇൻ്റഗ്രേഷൻ നിങ്ങൾ ഓൾറെഡി ഫ്ലുവൻ്റ് ആണ്, ഐ മീൻ ഓൾറെഡി നിങ്ങൾ +2 പഠിച്ചതാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഓർമ്മയുണ്ടെന്നുണ്ടാണെങ്കിൽ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളൂ ഇതുവരെ. ഒരുപാട് വലിയ മറ്റേ പാർഷ്യൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ യു ക്യാൻ മാനേജ് ഇറ്റ്. അതല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ്, നിങ്ങൾക്ക് അന്ന് എന്താ സംഭവിച്ചതെന്ന് കാര്യമായിട്ട് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 വീഡിയോ കുറച്ചുകൂടെ ഒന്ന് നന്നായി ഫോക്കസ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രിപ്പ് കിട്ടും എന്താ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, സോ അത് രണ്ടുമായിരുന്നു പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആയത് ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ a to b e raised to minus 10x dx. ഓക്കെ, അപ്പോൾ e raised to minus റെക്കോർഡാകുന്നില്ലേ? ഓക്കെ, e raised to minus x അല്ലെങ്കിൽ -mx എന്നുള്ളൊരു ഫോമിൽ വരുന്ന സാധനത്തിന് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. മേലും താഴെയും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇതുപോലെ മേലും താഴെയും വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. സോ ഇറ്റ്സ് ബേസിക്, ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്. ബേസിക്കലി ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ചോദിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്താ ചെയ്യുക? പോസ് ദ വീഡിയോ, ഡു ദ ക്വസ്റ്റൻ ബൈ യുവർ ഓൺ, എന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തരം കിട്ടിയിട്ട് ഏതാണെന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം ബാക്കി വീഡിയോ കാണാം. ഓക്കെ, യു ഹാവ് ടു ഡു ദാറ്റ്. എന്തായാലും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം ഈ വീഡിയോ. മറ്റേതാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാറ് നിങ്ങൾ ചെയ്യുന്നത് വരെ. ദിസ് ഇസ് ബേസിക്കലി ഇൻ്റഗ്രൽ -10x dx. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ഈ പവർ ഇതിൻ്റെ കൂടെ എന്ത് കോഎഫിഷ്യൻ്റ് വന്നാലും അതിന് നേരെ താഴേക്ക് വരും എന്നാണ് പറഞ്ഞത്. -10x. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് അല്ല തന്നിട്ടുള്ളത്, പകരം എന്താണ് തന്നിട്ടുള്ളത്? എ ബി തന്നെയാണ് എ ബി എന്നും പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഒന്നും നോക്കണ്ട, ആദ്യം എയുടെ സ്ഥാനത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ സ്ഥാനത്ത് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മേലത്തെ നമ്പറാണ്, സോ എക്സിൻ്റെ സ്ഥലത്ത് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് പിന്നെ എന്താ ചെയ്യേണ്ടത്? താഴത്തെ നമ്പറാണ് 10a. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഏതാണ് ഓപ്ഷൻ? എയിൽ മൈനസ് ഇല്ല, ബി ആണോ? ബി ആണ് അല്ലേ. സി ആണോ? സിയിൽ ഇവിടെ മൈനസ് ഇല്ല ഫ്രണ്ടിൽ. ഡി ആണോ? ബി -a അല്ല, കാരണം മൈനസ് ഇവിടെയാണുള്ളത്, ഇതല്ല. സോ ബി ആണ് നമ്മൾ ആൻസർ വരുന്നത്. ഇത്രയൊക്കെ ടഫൊക്കെ ഉള്ളതൊക്കെ ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക്. ഇതിനേക്കാവും വലിയ പ്രശ്നമുള്ള സാധനങ്ങളൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, ഇത് ചെയ്ത് നോക്കാം അല്ലേ. നോക്കാം, y is equal to sum n(x) raised to n. Okay, n is equal to 1 to 3. The value of integral 0 to 1 y dx is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. y എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ n(x) raised to n. I is equal to 1 to 3. സമ്മേഷൻ ഒന്ന് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ചോദിച്ചിരിക്കുന്നത് ഇൻ്റഗ്രൽ y dx ആണ്. എൻ്റെ നമ്പർ ഉണ്ടോ? 0 to 1. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇനി ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ആദ്യം n ആണല്ലേ, ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ. ഓക്കെ, ആദ്യം നമുക്ക് n is equal to 1 കൊടുത്തു നോക്കാം. എന്താണ്? 1 to 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 2 3 3 ഓക്കെ, അത് n-ന് 1 കൊടുത്താൽ എന്ത് വരും? 1x raised to 1 പ്ലസ് 2 കൊടുത്താൽ എന്ത് വരും? 2x raised to 2 അല്ലേ. അതായത് n-നും ഈ n-നും ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. പിന്നെ എന്ത് വരും? 3 കൊടുത്താൽ എന്ത് വരും? 3x raised to 3. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻ്റഗ്രൽ എന്താണ് വരിക? എക്സ് പ്ലസ് 2x² പ്ലസ് 3x³ ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് തോന്നിയില്ലേ നിങ്ങൾക്ക്? പക്ഷെ ചെയ്ത് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യാം അല്ലേ. സ്റ്റേജ് കഴിഞ്ഞില്ല നിങ്ങൾ, നമുക്ക് സ്പീഡായിട്ട് ചെയ്യാമല്ലോ. എക്സ് എന്താകും? x²/2 ആവും അല്ലേ. 2x² എന്താവും? 2 അവിടെ നിൽക്കുക. x² ചെയ്യുമ്പോൾ എന്താകും? x³/3 അല്ലേ. 3 അവിടെ വയ്ക്കുക,
ക്യൂബ് വരുമ്പോൾ എന്താവും, അതൊരു പവറും കൂടെ കൂടി ഒരു പവർ താഴെ വന്നു. ഇതെന്താണ്, 0 to 1 ആണ്. എക്സിന് 0 കൊടുത്താൽ ഇതൊക്കെ അങ്ങ് 0 ആയി പോകും അല്ലേ. അപ്പോൾ 0നെ പറ്റി നമ്മൾ അധികം ആലോചിക്കണം. നമുക്ക് 1 കൊടുത്താൽ എന്താവും നോക്കാം. 1 കൊടുത്താൽ എന്താകും, 1 square by 2 plus 2 into 1 cube by 3 plus 3 into 1 raised to 4 by 4 minus ഇതിൻ്റെ ഒക്കെ 0 square by 2 ഞാൻ ചുമ്മാ അങ്ങനെ എഴുതുന്നതാണ്, plus 2 into 0 cube by 3 plus 0 3 into 0 plus that thing എന്തായാലും അത് 0 ഇപ്പോൾ. So 1 square is 1 by 2 plus this is 2 by 3 plus this is 3 by 4. either ഇതിൻ്റെ വാല്യൂ കൊടുത്തിട്ട്, കാരണം ഇവിടെ ഇനി നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ഡെസിമലിലാണ് ചോദിച്ചിരിക്കുന്നത്, ഡെസിമൽ. ഓക്കെ, സോ നമുക്ക് ഫ്രാക്ഷൻ ആക്കി നിർത്താൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് ഓരോന്നിൻ്റെ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ കോമൺ ഡിനോമിനേറ്റർ ഇട്ടിട്ടുള്ള പരിപാടി ചെയ്യാം. ഏതാ വേണ്ടേ, ഇത് ചെയ്യാം അല്ലേ. മറ്റേ ഇത് 0.5 ഉണ്ടാവും. 2 by 3 എത്ര ഉണ്ടാവും, ഏതാണ്ട് 0.66 ആണെന്ന് തോന്നുന്നു അല്ലേ, ആണോ, 66 ആ 0.66 സംതിങ്. 3 by 4 എന്താണ്, 0.75 ആണല്ലേ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഡെസിമൽ ജസ്റ്റ് ഒന്നുമില്ല. 3 by 4 ചെയ്യുമ്പോൾ പോയിന്റ് ഇടും, അപ്പോൾ ഇത് 30 ആകും. 7 4 28 by 20 5 4 20 ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നതാണ് അത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പഠിച്ചോനെ എനിക്ക് കൂട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങൾക്കല്ലേ പരീക്ഷ. 75 66 so 1.91 ഓക്കെ 1.91 വരും. ശരിയാണോ നോക്കാലോ. 1.91 to 1.93 so basically 1.91 92 93 ഏത് വാല്യൂ കൊടുത്താലും കറക്റ്റ് ആയിട്ടും ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്താ നമ്മൾ ചെയ്തത്, നമ്മൾ ഇവിടെയായിരുന്നു അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ വാല്യൂ കൊടുത്തപ്പോൾ വാല്യൂ എങ്ങനെ കൊടുത്തെന്ന് മനസ്സിലായില്ലേ. സം n is equal to 1 to 3 ആണ്. 1 2 3 3 വാല്യൂസ് ആണ് എടുക്കുക. മൂന്നിനും വാല്യൂ കൊടുത്തപ്പോൾ എന്താ വരുന്നത് നമ്മൾ കണ്ടു, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി എന്താ ഉള്ളത്, ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ. ഇത് എളുപ്പമാണ്, ഇത് സ്വന്തമായിട്ട് ചെയ്യാം. ഞാൻ ഒന്നും പറയൂല, സ്വന്തമായിട്ട് ചെയ്യാം. വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ട് ആൻസർ ഓക്കെ, ഞാൻ ആൻസറും കൂടെ പറയുന്ന. ആൻസർ ഇസ് 1 കിട്ടണം. ഓക്കെ, 1 കിട്ടാണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റാണ്. 1 കിട്ടുന്നത് വരെ എന്താണ് ചെയ്തതിൽ അബദ്ധം വന്നിട്ടുള്ളതെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് 1 എങ്ങനെയെങ്കിലും എത്തിക്കരുത്. എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയാം. പോസ് ദ വീഡിയോ, ഐ റിപ്പീറ്റ്, pause the video, do it by your own. ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രം ബാക്കി വീഡിയോ കാണാം. ഓക്കെ, ഓക്കെ യാ. സോ ആദ്യത്തെ പോർഷൻ എക്സ് ആണ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ആവും. ദാറ്റ്സ് ഫ്രം 0 to 1 പ്ലസ് 2നെ ചെയ്യുമ്പം 2x ആവും. എക്സിന് ചെയ്യുമ്പം അഗൈൻ എക്സ് സ്ക്വയർ ബൈ 2 ആകും. അതിൻ്റെ വാല്യൂ എവിടെ നിന്നാണ്, 1 to 2. ഇത് കണ്ടോ, ഇത് രണ്ടും രണ്ടെണ്ണമാണ്. ഇതൊന്നാണ്, അത് 0 to 1 ആണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇത് വേറൊന്നാണ്, ഇതാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 1 square by 2 minus 0 square by 2. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 2ൻ്റെ കൂടെ എക്സിൽ ആദ്യം മേലത്തെ വാല്യൂ കൊടുത്തു, മൈനസ് താഴത്തെ വാല്യൂ കൊടുത്തു, മൈനസ് 1 by 2. എക്സ് സ്ക്വയറിൽ ആദ്യം മേലത്തെ വാല്യൂ കൊടുത്തു, പിന്നെ താഴത്തെ വാല്യൂ കൊടുത്തു. ഓക്കെ, സോ യാ ദിസ് ഇസ് 1 by 2 പ്ലസ് 2 into 2 minus 1 എന്താണ്, ദിസ് 1 മൈനസ് ഹാഫ്. 2 സ്ക്വയർ എന്താണ്, 4 മൈനസ് 1. 4 minus 1 3, so half plus 2 plus 4 minus 1 is 3 by 2, so minus 3 by 2. അപ്പം ഹാഫ് എന്ന് ഇത് കുറച്ചാൽ 2 minus 1, so this is equal to 1. കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും 1? എവിടെയെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. മൈനസ് പ്ലസ് ആവോ, മൈനസ് ചെയ്തപ്പോൾ മാറിപ്പോവോ, സ്ക്വയർ എടുക്കുമ്പോൾ മാറിപ്പോയതോ
എന്തെങ്കിലും ആയിരിക്കും. ട്രൈ ടു ഡു ദിസ്. ഉത്തരം ശരിയാകുന്നത് വരെ ഐ ഇൻസിസ്റ്റ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ശരിയാക്കിയിരിക്കണം. കാരണം ഇതിലും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എന്താ ചെയ്തത്? നമ്മളിത് ഒരുമിച്ചുണ്ടെന്നേ ഉള്ളൂ. ഇത് രണ്ടെണ്ണമാണ് വരുന്നത്. സോ വി വർ ലൈക്ക് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. കളർ രണ്ടും ഒരുപോലെ ഇരിക്കും. ഓക്കെ, ഇത് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഇത് ചെയ്തു, അതിങ്ങനെ കിട്ടി. ഇനി ഇതിലെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതുമാണ്, അത് കൊടുത്തു. ഇതിലെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതുമാണ്, അത് കൊടുത്തു. ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കുക, കാരണം കുറേ സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് മൊത്തത്തിലാക്കി എടുത്തിട്ട് എല്ലാത്തിലും 2 കൊടുത്തിട്ട് പിന്നെ 1 കുറയ്ക്കുക. അപ്പം പക്ഷേ വലിയ നമ്പർ കിട്ടും, ഒരുപാട് സ്റ്റെപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്പ്ലിറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത്. എക്സ് എടുക്കുക, എക്സിൽ കൊടുക്കുക, എക്സ് സ്ക്വയർ എടുക്കുക, എക്സ് സ്ക്വയർ കൊടുക്കുക. അങ്ങനെ കുറച്ച് പിന്നെ ഫ്രാക്ഷനാണ്. ജസ്റ്റ് ക്യാരി ഓൺ. ഇവിടെ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഈ 2 ഞാൻ അവിടെ നിർത്തിയിട്ട് ഇറ്റ്സ് ലൈക്ക് 1/2 ഞാൻ എടുത്തു, 3/2 ഞാൻ ഇവിടെ എടുത്തു. സോ ഇതൊന്ന് ചെയ്യുമ്പോൾ 1 - 3/2 is -2/2. it's -1. സോ അതാണ് 2 - 1 എന്ന് വന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിയിലേക്ക് പോകാം അല്ലേ? ട്രിഗ്നോമെട്രി ഇതിൽ തന്നെ തുടങ്ങാം. ഇത് കണ്ടോ, 1 + cos 2x dx 0 to π/2. Okay, should I cross it off? If you are confident enough, go without me. ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ട്രിഗ്നോമെട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാം. 1 + cos 2x. ഒന്നുമില്ല, നേരെ സ്പ്ലിറ്റ് ഇട്ടാൽ മതി. 1 dx plus integral cos 2x dx. 1 ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് വരും. cos 2x ചെയ്യുമ്പോൾ എന്ത് വരും എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇതിൻ്റെ കൂടെ 2 ആണുള്ളത്, അതെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് പോകും. cos 2x ചെയ്താൽ sin 2x വരും. എൻ്റെ 1/2 എടുക്കും. 1/2. ഓക്കെ, cos 2x ചെയ്താൽ sin 2x വരും. സോ ദിസ് ഇസ് വാല്യൂസ് ഫ്രം 0 to π/2 അല്ലേ? ഇതാണ് വാല്യൂ റേഞ്ച് തന്നിരിക്കുന്നത്. സോ എക്സിൽ കൊടുത്ത π/2 -0 പ്ലസ് ഹാഫിൽ കൊടുത്ത സൈൻ 2 × x 2 × π/2 എത്രയാ? ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ സൈൻ പൈ മൈനസ് സൈൻ 2 × 0 ഇസ് ജസ്റ്റ് 0 സൈൻ. ഓക്കെ, സോ ദിസ് ഇസ് π/2 -0 0 ആയിപ്പോൾ പ്ലസ് ഹാഫ് സൈൻ പൈ എന്ന് പറഞ്ഞാൽ എത്രയാ? പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 180ൻ്റെ സൈൻ എത്രയാ? 0. സൈൻ 0 അഗെയിൻ 0. സോ ദിസ് ഇസ് ബേസിക്കലി π/2. സിമ്പിളാണ് അല്ലേ? ജസ്റ്റ് നമ്മൾ പഠിച്ച ഇൻ്റഗ്രേഷൻ തന്നെയാണ് വരുന്നത്. സോ വിച്ച് വൺ ഇസ് ഇറ്റ്? π/2. ഇത് വേറെ ഒരു തരത്തിൽ ചോദിക്കാറുണ്ട്. 1 + cos 2x എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? anyone? 1 + cos 2x. It was -2 cos square x. Okay, so ഇപ്പോൾ cos square x എന്തായിരിക്കും? ഈ -2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. Okay, this will be cos square x. Okay, അപ്പോൾ ഇൻ്റഗ്രൽ cos square x dx എന്ന് വന്നാൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വൽ ആണ്. സോ ഇറ്റ്സ് ബേസിക്കലി -½ 1 + cos 2x. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ക്വസ്റ്റ്യൻ അവർക്ക് എങ്ങനെ ചോദിക്കായിരുന്നു? അതാണ് 1 + cos 2x വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ ഒന്നും കൂടെ അഡ്വാൻസ് ആക്കിയിട്ട് ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്താ ആ ഫോർമുല അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ആ ഫോർമുലാസ് ബേസിക്സ് ആണ്, ഓർത്ത് വെക്കണം എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കാണോ? ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇതന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ളത് സി 1 + sin x + sin square x. sin square x എന്ത് ചെയ്യാൻ നമുക്കറിയാം? 1 ചെയ്യാൻ നമുക്കറിയാം, sin x ചെയ്യാൻ അറിയാം, sin square x ചെയ്യാൻ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ sin square x ചെയ്യണമെങ്കിൽ എന്ത് വേണം?
ഇതുപോലെ സൈൻ സ്ക്വയർ എക്സിന് കോസ് 2x ടേമിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ എന്തായിരുന്നു? നോർമൽ വേണം. ചെയ്ത് നോക്കാലോ. ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. 1 മൈനസ് കോസ് 2x ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ്, സോറി 2 സൈൻ സ്ക്വയർ എക്സ്. ഇതായിരുന്നു ഫോർമുല. സോ ഇതെന്ത് ചെയ്താൽ മതി? സൈൻ സ്ക്വയർ എക്സ് കിട്ടണമെങ്കിൽ 1 മൈനസ് കോസ് 2x ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അത് ചെയ്താൽ മതി. ഒന്ന് ചെയ്ത് നോക്ക്. അതായത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ഇത് സ്പ്ലിറ്റ് ചെയ്യുക ആദ്യം. 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇത് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. 1 പ്ലസ് സൈൻ എക്സ്. ഇത് രണ്ടും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. മൂന്നാമത്തെ എന്താ? സൈൻ സ്ക്വയർ എക്സ്. ഈ സൈൻ സ്ക്വയർ എക്സിന് പകരം ഈ വാല്യൂ കൊടുക്കുക. എന്നിട്ട് അത് സെപ്പറേറ്റ് എടുത്തിട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഉത്തരത്തിലാക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ സൈൻ സ്ക്വയർ എന്നുള്ളതിന് പകരം ഈ വാല്യൂ കൊടുത്തിട്ട് ഇൻ്റഗ്രേഷൻ, അതായത് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ? ഹാഫ് ഇൻറ്റു 1 മൈനസ് കോസ് 2x dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഈ പോർഷൻ്റെ ഉത്തരം കിട്ടും. എന്നിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ 1 ചെയ്താൽ ഇറ്റ്സ് ബേസിക്കലി എക്സ് വരും. സൈൻ എക്സ് ചെയ്താൽ എന്ത് വരും? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അല്ലേ? ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ആണ് നമുക്ക് വില്ലൻ. സൈൻ സ്ക്വയർ എക്സിന് എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത്? ആ ഒരു ഫോർമുല വെച്ചിട്ട് 1 മൈനസ് കോസ് 2x എന്ന് ചെയ്യാം. സോ നമുക്ക് 1/2 പുറത്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്ത സാധനം തന്നെയാണ് അല്ലേ? പ്ലസ് മൈനസ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹാഫ് പുറത്തെടുക്കുക. ഹാഫ് മറന്നു പോകരുത്. 1 ചെയ്യുമ്പോൾ എക്സ് കിട്ടും. മൈനസ് കോസ് 2x ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2ൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് 2 താഴേക്ക് വരും. കോസ് ചെയ്താൽ എന്താണ് വരിക? സൈൻ 2x. അപ്പോൾ എല്ലാം ആയല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ത് വരും? അതെന്താ? എക്സ് പ്ലസ് എന്തായിരുന്നു? സൈൻ ചെയ്തപ്പോൾ എന്താ വന്നത്? മൈനസ് കോസ് എക്സ്. മൈനസ് കോസ് എക്സോ അല്ല കോസ് എക്സോ? എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണേ. മൈനസ് കോസ് എക്സ് ആണോ കോസ് എക്സ് ആണോ? അപ്പോൾ എന്ത് ചെയ്യുക? കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് വെച്ചിട്ട് മൈനസ് കോസ് എക്സ്. ഓക്കെ, ദെൻ ഹാഫ് എക്സ് മൈനസ് ഹാഫ് സൈൻ 2x. അതായത് അതിന് ശേഷം ഈ ഭാഗം എടുത്തു. ഇത് മൊത്തത്തിൽ എവിടെ തൊട്ട് എവിടം വരെയാ? എവിടെയാ? 0 to 2π ആണ്. ഓക്കെ, ക്ലിയർ ആയോ എന്താ ചെയ്തതെന്നുള്ളത്? ഒന്നുമില്ല, സ്പ്ലിറ്റ് ചെയ്തു. ഈ പോർഷൻ മാത്രം ഒരു ചൊറയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോർഷൻ മാത്രം മറ്റേ ടീച്ചർമാർ ചെയ്യില്ല. ആരാണോ വികൃതി കളിക്കുന്നത് അവരെ മാത്രം മാറ്റി നിർത്തിയിട്ട് എന്നിട്ട് അവർക്ക് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതുപോലെ ഈ പുള്ളിയായിരുന്നു പ്രശ്നക്കാരൻ. സോ ആ പുള്ളീനെ നമ്മൾ സെപ്പറേറ്റ് എടുത്തു. എന്താണ് പുള്ളിയുടെ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പം സ്വന്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. അപ്പോൾ നമ്മളൊരു ടൂളൊക്കെ കൊടുത്ത് അതിനെ സോൾവ് ചെയ്ത് വെച്ചു. 1 മൈനസ് കോസ് 2x എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മളിത് കൊടുത്താൽ മതി. ആദ്യം ഈ കഷ്ണം എടുക്കുക. ഈ കഷ്ണത്തിൽ ആദ്യം 2π കൊടുക്കണം, മൈനസ് താഴത്തെ വാല്യൂ കൊടുക്കണം. ഓക്കെ, മൈനസ് കോസിൽ ആദ്യം 2π കൊടുക്കണം, പിന്നെ താഴത്തെ വാല്യൂ കൊടുക്കണം, പിന്നെ ഹാഫിൽ എക്സിൽ മേലത്തെ വാല്യൂ കൊടുക്കണം, താഴത്തെ വാല്യൂ കൊടുക്കണം. പിന്നെ ഞാൻ ഹാഫ് ഓപ്പൺ ചെയ്യുവാണേ. ഹാഫും മൈനസ് ഹാഫും കൂടി ആകുമ്പോൾ മൈനസ് 1/4 സൈൻ 2x ആണ്. സൈൻ 2 × 2π 4π മൈനസ് സൈൻ 0. ഓക്കെ, സോ എന്ത് വരും? 2π മൈനസ് 0 ഇസ് 2π. കോസ് 2π എന്ന് പറഞ്ഞാൽ 360 ആണ് വരിക അല്ലേ? 2 × π.
cos 360 is just 1 minus cos 0 എന്താണ് again 1 into half 2 pi minus 1 by 4 sin 4 pi എന്ന് പറഞ്ഞാൽ 4 into 180 ഡിഗ്രി അതെന്ന് പറഞ്ഞാൽ എത്ര വരും 720 വരും അത് again 0 ആണ് വരിക so this is 0 and this is again 0 അപ്പോൾ എന്തൊക്കെ പോയി ഇതങ്ങ് പോയി 1 minus 1 ഇതും അങ്ങ് പോയി ഇനി എന്താ ഉള്ളത് 2 pi പ്ലസ് ഇതെന്താ ഉള്ളത് പ്ലസ് ഹാഫ് പൈ 3 pi ശരിയാണോ ആ ഓപ്ഷനിലുണ്ടല്ലേ മഹാഭാഗ്യം 3 pi ഓക്കെ സോ അത്രയേ ഉള്ളൂ കാണുമ്പം പറഞ്ഞ പോലെ ഭയങ്കര ബഹളമായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ചെയ്തു വരുന്ന സമയത്ത് എത്രയേ ഉള്ളൂ എപ്പോഴും ഇങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാത്തൊരു സാധനം ആയിരിക്കില്ല ബിഗിനിങ്ങിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം അത് മിസ്സായി അത് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമുക്ക് അറിയാവുന്ന സാധനമായിരിക്കും സിമ്പിളായിരിക്കും മറ്റേ സമ്മേഷൻ നമ്മൾ n(x²) സമ്മേഷൻ ചെയ്തപ്പോൾ കണ്ടില്ലേ അതങ്ങ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും പിന്നെ നമുക്കറിയാവുന്ന സാധനം സിമ്പിളാണ് അത്രയേ ഉള്ളൂ അതുപോലെ ഇതിൽ sin²x ആയിരുന്നു പ്രശ്നം അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയാൻ നമുക്ക് അറിയാവുന്ന ഫോർമുല ഇസ് ദാറ്റ് 1 minus cos 2x is 2 sin²x അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ആ ഇൻ്റഗ്രേഷനിൽ sin²x ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഇതെടുത്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി ഇറ്റ് മേ ലുക്ക് ഭയങ്കര ബിഗ്ഗായിട്ട് തോന്നും പക്ഷേ വാല്യൂ 2 pi ഒക്കെ അല്ലേ കുറേ അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ ഇതൊക്കെ 0 ആയിപ്പോവും ബാക്കി ഇതാണ് വരിക ഞാൻ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇടയ്ക്ക് വെച്ച് എന്താ സംഭവിച്ചതെന്ന് മിസ്സായി പോകണ്ടെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റെപ്പ് ഈസി ആയിട്ട് തോന്നും അവിടെയൊക്കെ നിങ്ങൾക്ക് കട്ട് ഓഫ് ചെയ്യാം ഓക്കെ ആൻസർ തെറ്റിക്കാണ്ടിരുന്നാൽ മതി വേറെ എനിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഓക്കെ നൗ ഇനി എന്താ ഉള്ളത് ഇത് നോക്കേ ഇതൊരു രസമുള്ള ക്വസ്റ്റ്യനാണ് അതായത് പറയില്ല പ്രേതം എന്തൊക്കെ രൂപങ്ങളിൽ വരും കാറ്റായും മഴയായും ഇടിയായും വരും എന്നൊക്കെ പറഞ്ഞ പോലെ ഇൻ്റഗ്രേഷൻ എന്തൊക്കെ രൂപങ്ങളിൽ വരും ഇത് കണ്ടോ k be a real number and let the function f be by f of x is equal to എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഓക്കെ അതിൽ ആ k എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് if the derivative of f at x is equal to 1 is pi then the value of k is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഡെറിവേറ്റീവ് ഓഫ് എഫ് അല്ലേ എഫ് അറ്റ് എക്സ് ഓക്കെ ഫൈൻ അപ്പം നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് x² ഇത് കണ്ടോ x² കാണാവോ ഓക്കെ ഇത് കണ്ടോ x² വരെയാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് കണ്ടോ x² വരെ അപ്പോൾ എക്സിൻ്റെ ടേംസിലുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടുക ഓക്കെ എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷന് ഡെറിവേറ്റീവിന് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ പൈ ആണ് വാല്യൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ ആദ്യം നമുക്ക് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഓക്കെ അപ്പം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ x² ഇവിടെ 0 കൊടുക്കുമ്പോൾ നമുക്കൊരു വലിയ ഫംഗ്ഷൻ കിട്ടും എക്സിൻ്റെ മുകളിൽ ഓക്കെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഈ പറഞ്ഞ സാധനം എന്താണെന്ന് കിട്ടും അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം ഓക്കെ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ നമുക്ക് പൈ എന്നുള്ള ആൻസർ കിട്ടും അപ്പം ആ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്താണ് കെയുടെ വാല്യൂ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നോക്കാമല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടി വരും നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇറ്റ് മേ ലുക്ക് കോംപ്ലിക്കേറ്റഡ് ബട്ട് ചെയ്ത് വരുമ്പോൾ സിമ്പിളാണ് ആദ്യം നമ്മൾ എന്താ എൻ്റെ പേനാണ് അതിനകത്ത്
ആദ്യം നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ. മൂന്നാമത്തത് അതിന് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കൊടുക്കണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? പൈയിനോട് ഇക്വേറ്റ് ചെയ്തിട്ട് കെ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ? ഇൻ്റഗ്രേഷൻ എത്രയായി നമ്പർ ആർക്കറിയാം? ഇൻ്റഗ്രൽ കെ ടി സ്ക്വയർ ടി പ്ലസ് 1 ഡി ടി 0 ടു എക്സ് സ്ക്വയർ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താവും? കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. 3 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, എത്ര വേണമെങ്കിലും ആവാം. അപ്പം അത് ജസ്റ്റ് അതങ്ങനെ തന്നെ നിൽക്കും അവിടെ. പിന്നെ ടീൻ്റെ ടേംസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടീനെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ടി സ്ക്വയർ, അപ്പോൾ എക്സ് എന്താണോ അത് തന്നെ ടി ആവുമെന്ന് വിചാരിച്ചാൽ മതി. ടി സ്ക്വയർ, അപ്പോൾ എക്സ് സ്ക്വയർ എന്താവും? എക്സ് ക്യൂബ് ബൈ 3 ആവും. അപ്പോൾ ടി സ്ക്വയർ എന്താവും? ടി ക്യൂബ് ബൈ 3 ആവും. പ്ലസ് ടി എക്സ് എന്താവും? എക്സ് സ്ക്വയർ ബൈ 2 ആവും. അപ്പോൾ ടി എന്താവും? ടി സ്ക്വയർ ബൈ 2 ആവും. പ്ലസ് ടി എന്താവും? ജസ്റ്റ് 1 എന്താവും? ജസ്റ്റ് ടി ആവും. ഓക്കെ. സോ ഫ്രം 0 ടു എക്സ് സ്ക്വയർ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? ടീൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുക്കണം. ഓക്കെ, ടീൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുക്കണം. പ്ലസ് ടീൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുക്കണം. ടീൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുക്കണം. പിന്നെ ഇതൊക്കെ 0 ആകുമ്പോൾ 0 ആയിപ്പോൾ. സോ -1 എങ്കിൽ 0 0 0 0 ഇതൊക്കെ 0 ആക്കും. ഓക്കെ. അപ്പോൾ കെ ഇതെന്താ? എക്സ് റേസ് ടു 6/3 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ആണ് എന്ത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അത് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കെ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇനി ഡിഫറൻഷിയേഷനാണ് ചെയ്യേണ്ടത്. ഫുൾ മായ്ക്കണേ. അപ്പോൾ എക്സ് റേസ് ടു 6 ചെയ്ത് എന്ത് വരും? 6x സ്ക്വയർ പ്ലസ് ഹാഫ് 2x അല്ലേ? പ്ലസ് ഹൗക്കം ഇതെങ്ങനെ എക്സ് സ്ക്വയർ ആയിപ്പോയത്? ഇവിടെ എന്തോ മണ്ടത്തരം കാണിച്ചല്ലോ. ഇത് സ്ക്വയർ ഉണ്ട്. 4x ക്യൂബ്. ഓക്കെ. എക്സ് സ്ക്വയർ എന്താവും? 2x. അത് മനസ്സിലായത്. ഞാനിവിടെ സ്ക്വയർ ഇടാൻ വിട്ടുപോയതായിരുന്നു. ടി സ്ക്വയറിൻ്റെ സ്ക്വയർ പുറത്തുണ്ടായിരുന്നു. ഓക്കെ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരാം? ദിസ് ഇസ് സ്ക്വയർ. കറക്റ്റ് അല്ലേ? ഓക്കെ. സോ 3 ഇതും വെട്ടിപ്പോവാം. കെ ഇൻറ്റു 2x റേസ് ടു 5 പ്ലസ് 2x ക്യൂബ് പ്ലസ് 2x. ഇതിൽ എന്താണെന്നാണ് പറഞ്ഞത്? എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുന്നു. അപ്പോൾ കെ ഇൻറ്റു 2 അല്ലേ? ജസ്റ്റ് 1 വരും. 2 ഇൻറ്റു 1 ക്യൂബ് എത്രയാണ്? 1. ഇതെന്ത് വരും? 2 വരും. സോ 2k പ്ലസ് 4 അല്ലേ? അത് എത്രയാണെന്നാണ് പറഞ്ഞത്? പൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കെ എന്താണ്? 2k എന്താണ്? പൈ മൈനസ് 4. കെ എന്താണ്? 1/2 പൈ മൈനസ് 4. എനിക്ക് തോന്നുന്നു ഇത് ഓപ്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. നോക്കാലോ. ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും നടുക്ക് വെച്ച് മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഒന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കെ ഒരു റിയൽ നമ്പർ ആണ്. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം നമുക്കിത് കിട്ടും. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെയിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കൊടുത്തു. ആ വാല്യൂവിനെ പൈയിനോട് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ. ഓക്കെ ആണോ? മനസ്സിലായോ? സ്റ്റെപ്സ് എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം
ടീൻ്റെ സ്ഥലത്താണ് എക്സ് സ്ക്വയർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടി എന്നുള്ള സ്ഥലത്ത് എക്സ് സ്ക്വയർ കൊടുത്താൽ ക്യൂബ് എന്നുള്ള പുറത്ത് വരും. ഇവിടെ കണ്ടു, ടി എന്നുള്ള സ്ഥലത്ത് എക്സ് സ്ക്വയർ കൊടുത്തപ്പോൾ സ്ക്വയർ പുറത്ത്. ഓക്കെ, അങ്ങനെയാണിത് വന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ? പിന്നെ ഡിഫറൻഷിയേഷൻ ചെയ്തു. അത് കൺഫ്യൂഷൻ ആവരുത്. വിത്ത് ഇൻ്റഗ്രേഷൻ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6x⁵5 അതാണ് ഇവിടെ വന്നത്. എന്നിട്ട് വാല്യൂ കൊടുത്തു, പൈനോട് ഇക്വേറ്റ് ചെയ്തു, സോൾവ് ചെയ്തു. ഓക്കെ, ഓക്കെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇസ് ദാറ്റ് നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണല്ലോ ചെയ്തത്. ഓക്കെ, സോ അപ്പം നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേഷൻ ചെയ്തത്? ഇത് തന്നെയല്ലേ നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ, ഇത് ടീൻ്റെ ടേംസ് ചെയ്തിട്ട് ഇവിടെ എക്സ് സ്ക്വയർ ആണ് കൊടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് എക്സ് ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മറ്റേത് നമ്മൾ ഇൻഡെഫിനിറ്റിലുള്ളതാണ് ഒന്ന് തിരിച്ചും മറിച്ചും വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ വന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് അങ്ങനെ തന്നെ ചെയ്തത്. ഇത് രണ്ടും കൊണ്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷെ ആ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ എന്താ പറയുക, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. അതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് ഫോർ നൗ ദിസ് ഈസ് മോർ ദാൻ എനഫ്. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇത് നമുക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. ആ ക്വസ്റ്റ്യൻ എങ്ങനെ എന്താ ഫോളോ ചെയ്യണമായിരുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മറ്റേ ഈ ഏജിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരായിരുന്നില്ലേ? 10 വർഷം മുമ്പ് രാമുവിനും അനിയത്തിക്കും ഇത്ര വയസ്സായിരുന്നു, 10 കൊല്ലം കഴിഞ്ഞ് അവരെന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടൈപ്പ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കൃത്യമായിട്ട് എന്താ അത് സംഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത് തന്നെ അവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്തതാണ് നമ്മൾ സ്റ്റെപ്സ്. ഓക്കെ, എല്ലാം കഴിഞ്ഞോ നമ്മുടെ? ഇതുണ്ട് അല്ലേ? കഴിഞ്ഞല്ലേ? ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇത് രണ്ടും നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതും പക്ഷെ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചൊരു അബവ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മോഡൽസ് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വാല്യൂ ഇട്ടിട്ട് പ്രോഡക്റ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാനുണ്ട്. കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അത്. അപ്പം ബട്ട് ഇഫ് ടിൽ ദിസ് പോയിന്റ് നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇഫ് യു ആർ ഫീലിംഗ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഓക്കെ, കാരണം മറ്റെന്താ പറയുക, എങ്ങാനും ഈ ഒരു ടൈപ്പ് ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഈ മൊത്തം തിയറി പഠിക്കുന്നതിനേക്കാൾ നന്നാവുക യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് എന്നുള്ള ഐഡിയ ആയിരിക്കും. അപ്പം അതായിരിക്കും നന്നാവുക. അതുകൊണ്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇഫ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്തെടുത്തോളം നിങ്ങൾക്ക് ഓക്കെ ആണ്, ഈ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഇൻ്റഗ്രേഷൻ ഒരു വലിയ സാധനമാണ്. അപ്പം അത് ഓക്കെ, ഇത്രയാണ് ഇൻ്റഗ്രേഷനിൽ ബേസിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളുള്ളത്. പിന്നെ ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ. എന്നാൽ കൂടെ അഥവാ
അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇൻ്റഗ്രേഷൻ പഠിച്ചത് വെറുതെ ആയി പോകുന്നുള്ളത് കൊണ്ട് ജസ്റ്റ് പറയാം. ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഏരിയ അണ്ടർ ദ കർവിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനൊരു കർവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഏരിയ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സപ്പോസ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി, ഇൻ്റഗ്രൽ എ ടു ബി ആൻഡ് ദിസ് ഇസ് എഫ് ഓഫ് എക്സ്, എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം സപ്പോസ് ഇങ്ങനെ ചോദിച്ചു എന്ന് പറയാം, ഫൈൻഡ് ദ ഏരിയ under the curve x square. Okay, f of x is equal to x square. Okay, I'll write it properly. Y is equal to x square from in the range zero to 1. Okay, ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ്. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇൻ്റഗ്രേഷൻ. ഇവിടെ തൊട്ട് ഇവിടം വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് അത് വരിക. എക്സ് സ്ക്വയർ ഇസ് എ പാരബോള, സോ ഇറ്റ് ലൈക്ക് ദിസ്. 0 is here, 1 is here. സോ ഈ ഏരിയ ആണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഇസ് ലൈക്ക് 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 ആകും. എന്നിട്ട് 0 to 1 കൊടുക്കുക. സോ 1 ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 മീൻസ് ബേസിക്കലി 1/3 യൂണിറ്റ്സ്. അതാണ് ഇതിൻ്റെ ഏരിയ, ഇത്രയും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് ക്യൂബ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. y is equal to x ക്യൂബിൻ്റെ ഏരിയ under the curve ഫ്രം ഇങ്ങനെ പറയും, ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 2 ടു എക്സ് ഇസ് ഈക്വൽ ടു 3 ഇങ്ങനെ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ അത് വരിക? അതെന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. 2 is somewhere here and 3 is somewhere here. ഈ ഏരിയ ആണ് ചോദിക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ഗ്രാഫ്. നമുക്ക് ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്നുമില്ല. ഫ്രം 2 to 3 എക്സ് ക്യൂബ് ഡി എക്സ്. അപ്പോൾ എന്ത് വരും? This is x raised to 4/4. 2 to 3 എന്താ വരിക? 3 raised to 4/4 minus 2 raised to 4/4. എത്ര വാല്യൂ വരിക? ഇത് is 81 and this is 8, right? No, 60 by 4 എത്രയാ? 6ഉം 5ഉം അല്ലേ? 11 6 ആണോ? ഓക്കെ, by 4 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി ചിലപ്പം രണ്ട് കർവുകളുടെ ഇൻ്റർസെക്ഷൻ ചോദിക്കും. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ കർവ്സ് y is equal to x and y is equal to x square. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. എക്സ് സ്ക്വയർ ഇങ്ങനെയാണ് വരിക. ഇത് മാറ്റാനാണ് എളുപ്പം അല്ലേ, വരച്ച് ശരിയാക്കുന്നതിനേക്കാൾ. എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പം ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ കുഞ്ഞ് ഏരിയ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാകും. ഇവിടുന്ന് 0, ഇത് 0, ദിസ് ഇസ് 1. ഓക്കെ, അപ്പോൾ ഈ മൊത്തം ഇവിടെയുള്ള ഏരിയയിൽ നിന്ന് ഇതിൻ്റെ താഴോട്ടേക്കുള്ള ഏരിയ കുറയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഏരിയ കിട്ടുന്നത്. ഓക്കെ, അതായത് ഓക്കെ ഇവിടെ ഈ പാരബോളയിൻ്റെ ഏരിയ അണ്ടർ ഏരിയ എന്ന് പറയുമ്പോൾ ഈ പാരബോളേൻ്റെ അണ്ടർ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വരും. ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഇത് മാത്രം വരും. ഓക്കെ, അപ്പം ആ മൊത്തം സാധനത്തിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോഴാണ് ഈ കഷ്ണം കിട്ടുന്നത്. ഓക്കെ, സോ ആദ്യം ഈ മൊത്തം വെയിറ്റ്, ഇത് എനിക്ക് ആനിമേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ബോറായിരിക്കും. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ?
അതായത് ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ കഷ്ണമാണ് പാരബോളൻ്റെ അടിയിൽ മാത്രം വരുന്ന ഏരിയ. അപ്പോൾ ആ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഇതിലുള്ള സാധനത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഷ്ണം കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം ഈ കഷ്ണത്തിൻ്റെ ഏരിയ കാണുക. അതെങ്ങനെയാണ് കാണുക? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൽ മതി. ഈ കഷ്ണത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക 0 to 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. എന്താണോ കിട്ടുന്നത് ആ വാല്യൂ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ജസ്റ്റ് അഥവാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് ഫംഗ്ഷനും വരാം. സൈൻ എക്സിൻ്റെ ഏരിയ അണ്ടർ സൈൻ എക്സ് ഫ്രം 0 to π/2 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. സോ ഇതൊരു അപ്ലിക്കേഷനാണ്. ഇൻ്റഗ്രേഷൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇതാണ് ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷനും അറിയാം, ഡിഫറൻഷിയേഷനും അറിയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അറിയെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ നമുക്കൊന്ന് ഇത് രണ്ടും പറഞ്ഞതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കാം. ഒരു ക്ലാസ് ജസ്റ്റ് ബേസിക്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ, എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട്. ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നന്നാവും എന്നുള്ള ടൈപ്പ് സാധനമാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഒരു സമയത്ത് ആ ഒരു സാധനം അപ്ലൈ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമുക്കത് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി, റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്.